ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓട്സ് ദോശ കണ്ടുനോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗ്രാൻഡ് മാസ് ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല പ്യുവർ കോക്കനട്ട് ഓയിലാണ്. ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കുനുകുന അരിഞ്ഞ സവാള ചേർത്ത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, 2 കപ്പ് ഓട്സ്, അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഓട്സ് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് മാവാക്കി മാറ്റാം. അല്ലെങ്കിൽ കുറച്ചു നേരം കുതിർത്തതിന് ശേഷം, വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുക്കുന്ന പരിപാടിയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഏകദേശം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആവുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ സോട്ടാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നല്ല തേങ്ങാ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് നമ്മുടെ ഈ ഓട്സ് ദോശ. മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ സോട്ടാക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ശരിക്കും വേവിക്കാതെ തന്നെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഓട്സ് അരയ്ക്കുന്നുമില്ല, നമ്മൾ പൊടിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ സവോളയും കൂടെ വേവിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം സവോള ചേർത്ത് കൊടുത്തത്. അങ്ങനെ മാവ് സെറ്റാക്കി ആദ്യത്തെ തവി ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ ഓട്സ് അരയ്ക്കാത്തതുകൊണ്ടും പൊടിക്കാത്തതുകൊണ്ടും നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റിയില്ല. സോ കട്ടി കൂടി മറിച്ചിടുമ്പോൾ അത് മുറിഞ്ഞു പോയി. പക്ഷെ ഞാൻ ഒരു വിധത്തിൽ അത് മറിച്ചിട്ടു. പക്ഷെ തിരിച്ച് നമുക്ക് പാനിന് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയില്ല, അത് ഫുള്ളായിട്ട് മുറിഞ്ഞു പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാവ് ഒരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഓട്സൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു. അപ്പം നല്ലോണം കുതിർന്ന് കിട്ടിയ ഓട്സ് ദോശയുടെ മാവ് ഞാൻ ഒരു തവിയും കൂടെ പാനിലേക്ക് ഒഴിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പരത്താൻ പറ്റിയില്ലെങ്കിലും എനിക്ക് മറിച്ചിടാൻ പറ്റി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാനും പറ്റി. ഇതുപോലെ ഒരു 6 ദോശ എനിക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റി. ഒരു 4 എണ്ണം നേരത്തെ പോലെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വേസ്റ്റ് ആക്കിയിട്ടില്ല. നല്ലോണം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയുടെ കൂടെ നിങ്ങൾക്ക് കറിയായിട്ട് തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയോ എല്ലാം ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നാലേ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.